മറ്റാള് വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കയറിണ്ട് പാകലമ്പോ ശ്രദ്ധിച്ചില്ല, നേർച്ചയാണത്. ഇത്തരത്തിലുള്ള തോന്യാസങ്ങൾ നിരോധിക്കണമെന്ന് അൽബയാൻ സമസ്തയുടെ മുഖപത്രത്തിൽ അതിന്റെ പത്രാധിപർ കാടേരി മുഹമ്മദ് മുസ്ലിയാർ ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹത്തെ പിരിച്ചുവിട്ട സമസ്തക്ക് ഇസ്ലാമിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ എന്ത് അവകാശമുള്ളത് വിശദീകരിക്കേണ്ടതുണ്ട്. നോക്കൂ, ഈ ചെണ്ടട്ടും കോയലുവിളിയൊക്കെ ഇതാരുടേതാ? സൂറത്തു അൻഫാലിലെ 35-ാമത്തെ വചനം പരിശോധിച്ചോ? മുജാഹിദുകൾ പറയുന്നതല്ല. വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുകാഅൻ വതസ്ദിയ ഫദൂഖുൽ അദാബ് ബിമാ കുൻതും തക്ഫുറൂൻ. വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുകാഅൻ വതസ്ദിയ. മുട്ടും വിളിയും ചൂളം വിളിയുമായിരുന്നു മക്കാ മുശ്രിക്കുകൾ പരിശുദ്ധ കഅബയുടെ അടുക്കൽ വെച്ച് നടത്തിയിരുന്ന ആരാധന എന്ന് മുജാഹിദുകൾ പറയുകയല്ല. ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടേണ്ട. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിലെ 35-ാമത്തെ വചനം ഉസ്താദുമാർ എഴുതിയ പരിഭാഷയുണ്ട് സുഹൃത്തുക്കളെ, എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഈ തരത്തിലുള്ള നേർച്ചകളും വഴിപാടുകളും ഇതിനെ എതിർത്ത് കാടേരി ലേഖനം എഴുതിയപ്പോ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. മാത്രമല്ല സുന്നത്ത് ജമാഅത്തിന്റെ അഭിപ്രായത്തിന് യോജിച്ചതല്ല എന്ന് പ്രമേയം പാസാക്കുകയും ചെയ്തു. ആയത്തിന്റെ അവസാനം എന്താ പറയുക? നിങ്ങൾ സത്യത്തെ നിഷേധിച്ചത് കൊണ്ട് ശിക്ഷ ആസ്വദിച്ചോ. ആന വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ ആന വരണ്ട, നേർച്ച അമ്മൾതല്ല. ആന വരണ്ടിട്ടില്ലേ, നേർച്ച അമ്മൾതാ. ചേറ്റുവയിൽ നടക്കുന്ന ഈ നേർച്ചക്ക് നേതൃത്വം കൊടുക്കുന്നത് കാസർഗോഡ് കോളേജിൽ നിന്ന് ബിരുദമെടുത്തു വന്ന ബഹുമാന്യനായ സാരഥിയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് കാന്തപുർ ഉസ്താദാണ് ആ കോളേജ് നടത്തുന്നത്. നിഷേധിക്കാൻ പറ്റുമോ? ഇനി നോക്കൂ, ഷെയ്ഖ് പള്ളിയിലെ നേർച്ചയും അതുപോലെ തന്നെ കൊണ്ടോട്ടി നേർച്ചയും പട്ടാമ്പി നേർച്ചയൊക്കെ ഒന്ന് കണ്ടോളൂ. പെട്ടെന്ന് ഒന്ന് നിലവിളക്കുണ്ട് ഷെയ്ഖ് പള്ളിയിലെ നേർച്ചയിൽ. നിലവിളിക്കൽ ഇസ്ലാമിൽ എന്ത് നിലവിളക്കാം? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ എന്ത് നിലവിളക്കാ കൂട്ടരെ? പരിശുദ്ധ ഖുർആനിലോ സുന്നത്തിലോ നിലവിളക്കുണ്ടോ? ആ നിലവിളക്കിൽ ഒഴിക്കുന്ന എണ്ണ രോഗശമനത്തിന് വേണ്ടി, പുണ്യം ലഭിക്കാൻ വേണ്ടി കോരി കുടിക്കുകയും വാരി ശരീരത്തിൽ തേക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ. اللهم قل حواشف قلوبنا وقلوبهم اللهم بلغ اماننا محمد
حي على الفلاح